Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വ്ളോഗ് ആണ്. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് തനി നാടൻ ബീഫ് ഫ്രൈ ആണ്. അത് ഉണ്ടാക്കുന്നത് അനുവാൻ്റിയാണ്. മോനെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ബീഫ് ഫ്രൈ ആണ്. ഒരു കിലോ ബീഫുണ്ട്. ഈ ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇത് 2 കുടം വെളുത്തുള്ളിയുണ്ട്. ഇത് 1 കിലോ ആണ് ബീഫ്. 2 കുടം വെളുത്തുള്ളി, ഇത്ര ഇഞ്ചി, പിന്നെ 2-3 സ്പൂൺ മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അത് നമ്മുടെ എരി അനുസരിച്ചാണ് നമ്മളിത് എടുക്കുന്നത്. പിന്നെ കരിയാപ്പില, ഇത്രയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഇത്രയും സാധനമാണ് നമുക്ക് ബീഫ് ഫ്രൈക്ക് വേണ്ടിയത്. ഇത് നല്ലതായിട്ട് കഴുകി വാഴ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത് കുക്കറിലോട്ട് ഇങ്ങനെ ഇടുക. ഈ കുരുമുളക് ആദ്യം ഉണ്ടല്ലോ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പൊടിയാൻ ഇച്ചിരി താമസം. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുരുമുളക് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണേ. ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഒന്ന് കഷ്ണിക്കണം. ഇത് ഇത്രയും കൂടെ ഇട്ട് വീണ്ടും ഒന്നുകൂടെ ചതയ്ക്കണം. നമ്മളിതെല്ലാം ഇപ്പം അരച്ചെടുത്തു. ഇത്രയും സാധനം എടുത്ത് ഇതിങ്ങനെ എല്ലാം കുഞ്ഞിനകത്ത് എല്ലാം നല്ല ക്ലീനാക്കി വൃത്തിയാക്കി മുളക് പൊടി നമ്മളൊരു 2 സ്പൂൺ, നമ്മുടെ അരി അനുസരിച്ചാണ്. എന്നാലും 2-3 സ്പൂണ്, ചിലർക്ക് 2 സ്പൂൺ മതി, ചിലർക്ക് 3 സ്പൂൺ, ഇച്ചിരി എരിവൊക്കെ വേണം. ഇത് പിന്നെ മസാലപ്പൊടി ചെറിയ ടീസ്പൂണിൻ്റെ 1 സ്പൂൺ മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്. അത് നമ്മുടെ ഇതനുസരിച്ച് ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർത്താൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ ഉപ്പ് പാകത്തിന്. ഇത് നന്നായിട്ട് നല്ലപോലെ ഇളക്കി നോക്കണം ഇതെല്ലാം മസാലയൊക്കെ നമുക്കുണ്ടോ, പിന്നെ പറ്റുന്നതാണോ. അത് നമ്മുടെ എരിയുടെയൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിങ്ങനെ കഴുകി അങ്ങോട്ട് കുറച്ച് വെള്ളം ചേർത്താൽ ഈ ബീഫിനകത്ത് തന്നെ വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വേവാൻ. ഇനി അരച്ച് വെച്ചേക്കാം. ഇത് 2 വിസിൽ വേണേ. 2 വിസിലിപ്പം ആദ്യം ഒന്ന് അടിച്ച് രണ്ടാമത്തെ അടിച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ചിടണം. തീ കുറച്ചിട്ട് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി ഫ്ലെയിം കൂട്ടി അങ്ങനെ 3 വിസിലടിച്ച് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്ക് എല്ലാം നല്ലതായിട്ട് വെന്തിരിക്കും. ഇപ്പോൾ 2 വിസിലടിച്ചിട്ടുണ്ട്. 2 വിസിലടിച്ചു. ഇപ്പോൾ ഞാൻ തീ കുറച്ചിട്ടു. ഇനി ഇത് കുറച്ച് നേരം ഈ സ്ലിമ്മിൽ കിടക്കണം. ഇത് സ്ലിമ്മിൽ ഇങ്ങനെ കിടന്ന് നന്നായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തീ കൂട്ടിയിട്ട് 1 വിസിലടിച്ച് അങ്ങനെ 3 വിസിലടിച്ച് കഴിയുമ്പോൾ ഇത് ഏകദേശം വേവും. അപ്പോൾ നമുക്കത് 3 വിസിലടിച്ച് നമുക്ക് നോക്കാം. ഇപ്പം 3 വിസിലടിച്ചേ ഇതിൻ്റെ കുറേ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കട്ടെ. പ്രഷർ പോയാൽ നോക്കട്ടെ. പോയിട്ടുണ്ട്. നോക്കാം നമുക്ക് ബീഫ് വെന്തോ നോക്കാം. മണമൊക്കെ വരുന്നുണ്ടല്ലയോ? ശകലം വെള്ളം കൊണ്ട് അത് നമ്മളങ്ങനെ തീ കത്തിച്ച് പറ്റിക്കുക. അതുണ്ടോ ബീഫ് കണ്ടോ നല്ലതായിട്ട് പൊടിഞ്ഞ് വന്നാണ്ടോ. അതിനകത്ത് അല്പം വെള്ളമൊക്കെ വരും. അപ്പോൾ അതങ്ങ് നല്ലതായിട്ട് വെള്ളം ഗ്യാസ് ഓൺ ചെയ്ത്
അങ്ങ് പറ്റിച്ചെടുത്താൽ മതി. കണ്ടോ ഇപ്പം നമ്മൾ കണ്ടോ ബീഫ് കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് കണ്ടോ, ഇത് കണ്ടോ. ഇതിന് നമ്മൾ ചീനിച്ചട്ടി ഗ്യാസ് വെച്ചു, ഗ്യാസ് കത്തിച്ചു. ഇനി നമ്മൾ എണ്ണ ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്യാൻ പോവാണേ. ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ എന്താണെന്നുള്ള ടേസ്റ്റ്. അങ്ങോട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് ഇത് എണ്ണ നല്ലതായിട്ട് ചൂടാകണം. നല്ലതായിട്ട് ചൂടായി കഴിയുമ്പം നമ്മൾ ഈ ബീഫ് എടുത്ത് ഇതിനകത്തോട്ട് ഇടണം. എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായി. ഇതിനിങ്ങനെ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതായിട്ട് ഒരു പകുതി മൂപ്പാകണം. പകുതി മൂക്കട്ടെ. എന്നിട്ട് മൂത്തിട്ട് നമുക്ക് ബാക്കി കരിയാപ്പില ഇടണേ. ഇതിപ്പോൾ കുറച്ച് കരിയാപ്പില അങ്ങോട്ട് ഇട്ടു. കണ്ടോ നമ്മുടെ പഴയ മോഡലിൽ നല്ല നാടൻ ബീഫ് ഫ്രൈ ചീനിച്ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ ഇളക്കി നല്ലതുപോലെ അത് നല്ലതായിട്ട് അങ്ങോട്ട് ഡ്രൈ ആവണം. ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് സവാളയൊക്കെ അങ്ങോട്ട് അരിഞ്ഞിട്ട് നല്ലതായിട്ട് മൂപ്പിച്ച് അപ്പോഴാണ് നല്ല ഫ്രൈ ആവുന്നത്. അപ്പോഴാണ് ഈ ബീഫിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളത് എടുക്കാം. പകുതി ഡ്രൈ ആയി കണ്ടോ. അപ്പോൾ നമ്മുടെ സവാളയെ നമ്മൾ അങ്ങോട്ട് അരിഞ്ഞിടുക. ഉണ്ടോണേ നല്ല നൈസായിട്ട് അങ്ങോട്ട് അരിഞ്ഞിടണം. ഉണ്ടോ ഈ ഉള്ളി ഇനി നല്ലപോലെ വഴലും, നല്ലതായിട്ട് ഇതിൻ്റെ കൂടെ ചേരും. കുറച്ച് കരിയാപ്പിലൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇച്ചിരി അങ്ങിടുക. ഇപ്പോൾ കണ്ട ഉള്ളിയൊക്കെ നല്ലതായിട്ട് ചുമന്ന് കണ്ടോ. ചുമന്ന് ഈ ഉള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോ നല്ലതായിട്ട് കടിച്ച് നല്ല പരുവത്തിനാണ്. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി കണ്ടോ. നോക്കിക്കേ സൂപ്പറായില്ലയോ. ടേസ്റ്റ് ചെയ്തോളൂ ഞാൻ. നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ഷിബുവേ വാ വാ ഓടി വാ വാ വാ. ഓ സൂപ്പർ. കൈ 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 എങ്ങനെയുണ്ട് ഷിബു? സൂപ്പർ സൂപ്പർ. നമുക്കിതൊരു നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ അതിന് നമുക്ക് നല്ലതായിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കാം. നല്ല നാടൻ കിടുക്കാച്ചി ബീഫ് ഫ്രൈ ആണ് അനുവേണ്ടി ഇവിടെ ഉണ്ടാക്കിയത്. ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങൾക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.